എടവനക്കാട് മേത്ര ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിലെ 41 മഹോത്സവം ഭക്തിസാന്ദ്രമായി. ദിസ് ന്യൂസ് ബ്രോട്ട് യു ബൈ ഡയമണ്ട് ലൈഫ്. ഗുണമേന്മ, വിശ്വാസം, വരുമാന സൗഹൃദ വില എല്ലാം ഒറ്റ ബ്രാൻഡിൽ. ഡയമണ്ട് ലൈഫ്. ബ്രാൻഡ് മാറ്റിയാൽ ബ്രാൻഡ് ആവാം. വിശ്വാസത്തിന്റെ ഗുണമേന്മയുമായി നമ്മുടെ വീട്ടുപയോഗത്തിന് ആവശ്യമുള്ള 60-ൽ പരം പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഒരു പേരിൽ. ഡയമണ്ട് ലൈഫ്. എടവനക്കാട് മേത്ര ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിൽ ദേവി വിഷ്ണുമായ ദിവ്യ സാന്നിധ്യം നിറഞ്ഞു നിന്ന 41 മഹോത്സവം ഭക്തിയുടെ അമൃതധാരയായി ഒഴുകി സമാപിച്ചു. ബ്രഹ്മശ്രീ NG സത്യപാലൻ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന മഹോത്സവം ആത്മീയ ചൈതന്യത്തിന്റെ ദീപ്തമായ അനുഭവമായി ഭക്തജനങ്ങളുടെ ഹൃദയങ്ങളെ പതിഞ്ഞു. പ്രഭാതത്തിന്റെ ശുദ്ധിമയമാർന്ന നിശബ്ദതയിൽ രാവിലെ 6 മണിക്ക് ഗണപതി ഹോമത്തിന്റെ പവിത്രാഗ്നിയിൽ നിന്നാണ് മഹോത്സവത്തിന്റെ ആദ്യ ദീപം തെളിഞ്ഞത്. 7 മണിക്ക് കുടനിവർത്തലോടുകൂടി ഉത്സവശ്രീയുടെ ഔപചാരിക തുടക്കം കുറിച്ചു. തുടർന്ന് ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം എന്നിവയിലൂടെ ക്ഷേത്രാന്തരീക്ഷം മന്ത്രധ്വനികളാൽ നിറഞ്ഞു. 10 മണിക്ക് ഉച്ചപൂജയും 10:30 നാഗദേവങ്ങൾക്ക് 100 പാലും അർപ്പിച്ച് സർവമംഗളത്തിനായി പ്രാർത്ഥനയും നടന്നു. 11:30 മുത്തപ്പൻ കളം അരങ്ങേറിയപ്പോൾ വിശ്വാസത്തിന്റെ താളമൊത്ത് ക്ഷേത്ര പരിസരം ആത്മീയ തരംഗങ്ങളിൽ മുങ്ങി. തുടർന്ന് 12:30 നടന്ന പ്രസാദ ഊട്ടിൽ ദേവാനുഗ്രഹം അമൃതമായി ഭക്തർ ഏറ്റുവാങ്ങി. എടവനക്കാട് മേത്ര ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിൻ്റെ മഹോത്സവമാണെന്ന് നടന്നു വരുന്നത്. ഇത് ഏകദേശം ഒരു 300 വർഷത്തിൽ പരം പാരമ്പര്യമായിട്ട് കൊണ്ടാടുന്ന ഒരു ഉത്സവമായിട്ടാണ് പോന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന പ്രധാന മൂർത്തികളായ ഭദ്രകാളി വിഷ്ണുമായ സ്വാമിയും മറ്റുള്ള ഉപദേവതമാരും നാഗ ദൈവങ്ങളും അവരുടെ പ്രധാന വഴിപാടുകളും ഒക്കെ ഭംഗിയായി ഉത്സവമായിട്ട് കൊണ്ടാടുകയാണ്. പിന്നെ ഇതിൻ്റെ പ്രധാന വഴിപാടെന്ന് വെച്ചാൽ പിന്നെ വിഷ്ണുവായക്ക് പ്രധാനമായിട്ട് കലശമാണ്. ആ കലശം നടത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സന്താന സൗഭാഗ്യം, അങ്ങനെയുള്ള രോഗദുരിതങ്ങൾ ഇതൊക്കെ മാറിക്കിട്ടും എന്നുള്ളതാണ് ഒരു വിശ്വാസം. ആ വിശ്വാസം നിലനിൽക്കത്തന്നെ. വൈകുന്നേരം 6:30 ദീപാരാധനയോടെ ക്ഷേത്രം ദീപ്തമായ ദൈവപ്രകാശത്തിൽ വീഴ്ന്നു. തുടർന്ന് ദേവിക്ക് കളം ഭക്തിരസത്തിന്റെ പരമാവധിയിലെത്തി. ഇന്ദിരാ കൃഷ്ണൻകുട്ടിയുടെ വസതിയിൽ നിന്നാരംഭിച്ച താളം വരവ് താളവാദ്യങ്ങളുടെയും ഭക്തിഗാനങ്ങളുടെയും അകമ്പടിയോടെ ഉത്സവശോഭയ്ക്ക് നിത്യസ്മരണീയമായ ഭംഗി പകർന്നു. രാത്രി 8 മണിക്ക് അത്താഴ പൂജയും തുടർന്ന് വിഷ്ണുമായ കളവും നടന്നു. അർദ്ധരാത്രി 12:00 എതിരേൽപ്പും പുലർച്ചെ 3 മണിക്ക് ഗുരുതിയോടും കൂടി ദേവി വിഷ്ണുമായ ദിവ്യാനുഗ്രഹത്തിൽ മഹോത്സവ ചടങ്ങുകൾ പൂർണ്ണതയോടെ സമാപിച്ചു. ക്ഷേത്രത്തിലെ നട തുറപ്പ് ജനുവരി 2 വൈകിട്ട് 5 മണിക്ക് നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികളായ സെക്രട്ടറി റിനീഷ്, പ്രസിഡന്റ് രാധാകൃഷ്ണൻ, ഖജാൻജി പ്രശാന്ത്, സന്ദീപ്, അനീഷ്, ജിജീഷ്, സജീവ്, ഷൈജു, മണിലാൽ, രക്ഷാധികാരികൾ ജവഹർ, വിജയൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, എടവനക്കാട്.